അപ്പോൾ നമ്മൾ എന്തായാലും ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളും ചെയ്തു നോക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡിഫെക്ട്സ് ഓഫ് ഐ, കണ്ണിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് മോഡലാണ് ഡിഫെക്ട്സ് ഓഫ് ഐ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ പോവാം. ഡിഫെക്ട്സ് ഓഫ് ഐ എന്താ? ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ കണ്ണിന് വരുന്ന രോഗങ്ങൾ അല്ലെ. കണ്ണിന് പല മാതിരി രോഗങ്ങൾ വരാനുണ്ട്. എന്നാൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ഇമ്പോർട്ടന്റ് രോഗങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയി നോക്കാം. അപ്പൊ ആദ്യം ഈ കണ്ണിന്റെ രോഗങ്ങൾ പഠിക്കുന്നതിന് മുന്നേ കണ്ണിനെ കുറിച്ച് ഒന്ന് അറിയണ്ടേ? കണ്ണിനെ കുറിച്ച് തീർച്ചയായും അറിയണം, എന്നാലും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഐ ആൻഡ് വിഷൻ, കണ്ണിനെ കുറിച്ചും കാഴ്ചനെ കുറിച്ചുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കണ്ണിനെ കുറിച്ച് പറയുന്ന സമയത്ത് പാർട്സ് ഓഫ് ഹ്യൂമൻ ഐ, അനക്കറിയാം ഈ പാർട്സ് ഓഫ് ഹ്യൂമൻ ഐനെ കുറിച്ചല്ല നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞു പോയ ബയോളജി എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ച മക്കളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടാവുമായിരിക്കും ഇതിനെ കുറിച്ചിട്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളെ കണ്ണില് ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലമാണ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അന്നെക്കാട്ടി വ്യക്തമായി നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ രണ്ടാമത്തത്, നമ്മൾ കണ്ണ് കാണാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മസിൽ ഉണ്ട്. നമ്മളെ കണ്ണിന്റെ മറ്റേ എന്താ പറയാ, ലെൻസിനെ ഇങ്ങനെ സ്പ്രെഡ് ആക്കാനും ഇങ്ങനെ ചെറുതാക്കാനെല്ലാം സഹായിക്കുന്ന ഒരു മസിൽ ഉണ്ട് കണ്ണില്. ആ മസിലിനെ വിളിക്കുന്ന പേരാണ് സിലിയറി മസിൽ. അപ്പൊ ഈ സിലിയറി മസിലിന്റെ പണി എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യുക? കണ്ണിന്റെ ലെൻസിനെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. കണ്ണിന്റെ ലെൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസിലാണ് നമ്മുടെ സിലിയറി മസിൽ എന്ന് പറയാം. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിയണം. ഒന്ന്, റെറ്റിന എവിടെയാണ്? കണ്ണില് ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലമാണ് റെറ്റിന എന്ന് പറയുന്നത്. പിന്നെ കണ്ണിനെ സഹായിക്കുന്ന മസിലിന്റെ പേരാണ് സിലിയറി മസിൽ. പിന്നെ ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിലുള്ള ലെൻസിന് എല്ലാവർക്കും അറിയാലോ അല്ലെ. കണ്ണിൽ ഏത് ലെൻസാണ് ഉണ്ടാവാൻ? കണ്ണിൽ കോൺവെക്സ് ലെൻസ് ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം അത് എക്സാമിന് കാണാറുണ്ട്. അപ്പൊ നമ്മളെ കണ്ണിൽ ഹ്യൂമൻ ഐയിൽ ഏത് ലെൻസ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 പോയിന്റ് ആണ്. എന്താണ് നിയർ പോയിന്റ്, എന്താണ് ഫാർ പോയിന്റ്? എന്താണ് നിയർ പോയിന്റ്? അവിടെ നിങ്ങൾ എല്ലാവരും ബുക്കെല്ലാം വായിച്ചിട്ടുണ്ടാവും അല്ലേ. ബുക്കെല്ലാം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിട്ടല്ലേ വായിക്കാനേ. നമുക്ക് കുറെ അടുത്ത് വന്ന് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റലുണ്ടോ? ഇല്ലല്ലേ, കാണാൻ പറ്റൂല. എന്തുകൊണ്ടാ? നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ അടുത്ത് വെച്ച് വായിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ദൂരെ വെക്കണം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാവരും ബുക്ക് പിടിക്കുന്ന ഒരു കറക്റ്റ് രീതി ഉണ്ട് അല്ലേ. ഈ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അഥവാ നമ്മളെ കണ്ണിന് ഒരു കാര്യം വൃത്തിയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അതിന് മലയാളം തന്നെ ധാരാളമാണ്. എന്താ മക്കളെ? നമ്മളെ കണ്ണിന് വൃത്തിയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റ്, നമ്മളെ കണ്ണിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റ് നമ്മൾ എന്ത് പറയും? നിയർ പോയിന്റ് എന്ന് പറയും. ഇനി എന്താ ഫാർ പോയിന്റ് പറഞ്ഞാൽ? നമ്മളെ കണ്ണിന് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരെയുള്ള പോയിന്റ്, നമ്മളെ കണ്ണിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരെയുള്ള പോയിന്റ്. നിങ്ങളൊന്ന് നോക്കിയാട്ടെ. നിങ്ങളൊന്നും ഇപ്പൊ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ നിങ്ങൾ കാണുമല്ലേ, സ്റ്റാറിന് നിങ്ങൾ കാണുമല്ലേ, പല സാധനം കാണും. ഇപ്പൊ രാത്രി ഇറങ്ങിയിട്ട് നമ്മൾ സൂര്യനെ കാണുമോ മക്കളെ? ഇല്ല, സൂര്യനെ കാണില്ല. അപ്പൊ പലതും നമ്മൾ കാണുന്നുണ്ടല്ലേ. ഈ ചന്ദ്രൻ എവിടെയാ? ചന്ദ്രൻ കുറെ ദൂരെയല്ലേ മക്കളെ. നക്ഷത്രം എവിടെയാ? നക്ഷത്രം കുറെ ദൂരെയല്ലേ. പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ. അപ്പൊ നമ്മളെ എന്താ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറെ ദൂരെയാ, ഇൻഫിനിറ്റി അങ്ങ് പറയാൻ. ഒരു സാധാരണക്കാരന്റെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയും ഒരു സാധാരണക്കാരന്റെ നല്ല കണ്ണുള്ള ഒരാളെ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ. നമുക്ക് എല്ലാവർക്കും 25 സെന്റിമീറ്ററിൽ ബുക്ക് വെച്ചാൽ അടിപൊളിയായിട്ട് വായിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ചില ആൾക്കാർ 25 സെന്റിമീറ്ററിൽ വെച്ചാൽ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാർ അടുത്ത് വെച്ചിട്ട് വായിക്കും. ചില ആൾക്കാരുടെ ദൂരെ ഇങ്ങനെ വെച്ചിട്ട് വായിക്കുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചത്? അതാണ് നമ്മൾ ഈ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ചങ്ങായി അടുത്ത് വെച്ചിട്ട് ബുക്ക് വായിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ചങ്ങായി ദൂരെ വെച്ചിട്ട് ബുക്ക് വായിക്കാനുള്ള കാരണം? അയാളെ കണ്ണിന് എന്ത് പറ്റി? എന്തെല്ലാം രോഗങ്ങളാണ് കണ്ണിന് വരാൻ ചാൻസ് ഉള്ളത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തെല്ലാം മനസ്സിലായി? ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലം ഏതാ? റെറ്റിന. കണ്ണിന് സഹായിക്കുന്ന മസിൽ ഏതാ? സിലിയറി മസിൽ. നമ്മളെ കണ്ണിലുള്ള ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ്. പിന്നെ അതേപോലെ തന്നെ 2 പോയിന്റുകൾ അല്ലെ. ഏതെല്ലായിരുന്നു? നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ്. എന്താ മക്കളെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ? നമ്മളെ കണ്ണിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റ് നിയർ പോയിന്റ് എന്നും നമ്മളെ കണ്ണിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരെയുള്ള പോയിന്റ് നമ്മൾ ഫാർ പോയിന്റ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഫാർ പോയിന്റ്, നിയർ പോയിന്റ് നമുക്ക് എത്ര അറിയാം? നിയർ പോയിന്റ് ഒരു സാധാരണ കണ്ണുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, നല്ല കണ്ണുള്ള ചങ്ങായിനെ സംബന്ധിച്ചിടത്തോളം 25 സെന്റിമീറ്റർ ആണ്. ഇനി ഫാർ പോയിന്റ് ഒരു നല്ല കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം എത്രയാ? ഇൻഫിനിറ്റി. ഇതാ ഗുരുജിയുടെ ഇതാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ കാര്യങ്ങൾ അയാൾ എഴുതുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളെല്ലാം. ഇനി എന്ത് ചെയ്യാം? ഇനി ഡിഫക്റ്റിലോട്ട് പോവാം. കണ്ണിന് ബാധിക്കുന്ന 3 രോഗങ്ങൾ ഏതെല്ലാം ഒന്ന് മനസ്സിലാക്കാം. യെസ്, നമ്മളെ അതിനിടയ്ക്ക് പവർ ഓഫ് അക്കോമഡേഷൻ, അതാ പറയാൻ മറന്നുപോയി. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? എടാ നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താ? നല്ല ദൂരെയുള്ള സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതേ സമയം തന്നെ നമുക്ക് അടുത്തുള്ള ഇത് കാണാൻ പറ്റും അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ, ഞാനിതാ ഇപ്പൊ ദൂരെയുള്ള എന്തെങ്കിലും ഒരു സാധനം നോക്കി വിചാരിക്കാം. നോക്കി എന്റെ അപ്പൊ തന്നെ അടുത്തുള്ള സാധനം നോക്കിയാൽ കാണുന്നില്ലേ? എന്നാൽ ഫോണിൽ അങ്ങനെയാണോ? ഫോണിൽ അങ്ങനെയല്ല അല്ലേ. നമ്മൾ ഫോണിൽ ഒരു ദൂരെയുള്ള സാധനം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് അടുത്തുള്ള സാധനത്തിലേക്ക് വന്നാൽ എന്ത് ബ്ലർ ആവൂലേ? ഒരു കുറച്ചു നേരം ബ്ലർ ആവൂലേ? എന്നാൽ കണ്ണിന് അത് പറ്റുന്നുണ്ടോ? ഇല്ല, ബ്ലർ ആവുന്നില്ല. നമ്മളെ കണ്ണിന്റെ പ്രത്യേകത എന്താ? അതിന് ദൂരെയുള്ള സാധനത്തിനെയും അടുത്തുള്ള സാധനത്തെയും ഒരേ സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. ഇട കണ്ട ഈ ചങ്ങായി കണ്ടായിരുന്നു ഒരു ഇത് കണ്ട
ഇവിടെ അടുത്ത് വെച്ച് ദൂരെ വെച്ചാലും ചങ്ങായിക്ക് എന്ത് കാണുന്നു? പൂവിനെ കാണുന്നു. അടുത്ത് വെച്ചാലും പൂവിനെ കാണുന്നു. ദൂരെ വെച്ചാലും കാണുന്നു. അടുത്ത് വെച്ചാലും കാണുന്നു. ഇങ്ങനെ മൂവ് ചെയ്ത് കളിച്ചാലും കാണുന്നു. അതായത് രമണ, ചെങ്ങായിക്ക് എന്തിന്റെ പ്രത്യേകത ഉണ്ട്? അടുത്ത് വെച്ചാലും കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ദൂരെ വെച്ചാലും അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കഴിവിനെയാണ്, ഈ ഒരു പവറിനെയാണ്, എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വായിച്ചു നോക്കിയാലോ, ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോം ആൻ ഇമേജ് ഓൺ ദ റെറ്റിന ബൈ അഡ്ജസ്റ്റിംഗ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രത്യേകത നമുക്ക് പറ്റുന്നത്. നമ്മുടെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരേ സമയം ദൂരമുള്ളതും അടുത്തുള്ളതും വേഗം എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പവർ ഓഫ് അക്കോമഡേഷൻ വരാനുള്ള കാരണം ചോദിച്ചാൽ നിങ്ങൾ പറയണം, പവർ ഓഫ് അക്കോമഡേഷന്റെ കാരണം എന്താണ് ഗൈസ്? അത് നമ്മളെ കണ്ണിന് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ്? ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ്. അങ്ങനെ പവർ ഓഫ് അക്കോമഡേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇങ്ങോട്ടേക്ക് ഡിഫക്ട്സ് ഓഫ് ഐ, അതന്നെ ഈ ഒരു പാർട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. കണ്ണിന് ബാധിക്കുന്ന 3 രോഗങ്ങൾ അല്ലെ, ഏതെല്ലാം? ഒന്ന് ലോങ് സൈറ്റഡ്നെസ്, രണ്ടാമത് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്, അവസാനം വരുന്ന മക്കളെ പ്രസ് ബയോപ്പിയ. ഈ 3 രോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇത് ബൈ 1 get 1 ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ലോങ് സൈറ്റഡ്നെസ് പഠിച്ചാൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ. അതായത് ഇത് തലയിടിച്ചിട്ടല്ലേ, ഫസ്റ്റ് താളെ തല ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് താളെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് കാണുന്ന ഏതൊരു കുട്ടിയും എന്ത് കണ്ടാൽ മതി? ആദ്യം എന്ത് ചെയ്യുക? ലോങ് സൈറ്റഡ്നെസ് ഒന്ന് കണ്ടിരിക്കുമ്പോൾ തന്നെ ഓടിക്ക് എന്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും? ഷോർട്ട് സൈറ്റഡ്നെസ് വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രോഗമാണ് പ്രസ് ബയോപ്പിയ. അപ്പൊ നിങ്ങൾ ഏവരും റെഡി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി ആണെങ്കിൽ തംസ് അപ്പ് ഇടുക. നിങ്ങൾ കാത്തിരിക്കുന്ന ലോങ് സൈറ്റഡ്നെസിനെ കുറിച്ചും ഷോർട്ട് സൈറ്റഡ്നെസിനെ കുറിച്ചും പ്രസ് ബയോപ്പിയെ കുറിച്ചും നമുക്ക് വേഗം തന്നെ പഠിക്കാം. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? അപ്പൊ നേരെ പോട്ടെ, ആദ്യത്തെ രോഗം. യെസ്, ഏതാ രോഗം? ലോങ് സൈറ്റഡ്നെസ്. എന്താണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഈ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ലോങ് സൈറ്റഡ്നെസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദൂരെയുള്ള കാര്യം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പേര് വെച്ചിട്ട് തലയിടിച്ചിട്ടുള്ള വിശ്വസിക്കരുത്, ഞാൻ പറയുന്ന അനങ്ങാണ്ടിരുന്ന് കേൾക്കാം. ഓക്കെ, ലോങ് സൈറ്റഡ്നെസ് ഉള്ള ഒരു ചങ്ങായിക്ക് ദൂരെയുള്ള സാധനം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദൂരെയുള്ള സാധനം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്നാൽ അടുത്തുള്ള സാധനം അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വായിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു രീതിയായിരിക്കും എന്തെന്ന് പറയുന്നത് ലോങ് സൈറ്റഡ്നെസ് ബാധിച്ച ഒരു കണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇയാളെ പ്രത്യേകത എന്താ? ഇയാൾക്ക് ദൂരെയുള്ള കാര്യം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു, എന്നാൽ അടുത്തുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ലോങ് സൈറ്റഡ്നെസ്സിന്റെ വീട്ടിൽ മറ്റൊരു പേര് വിളിക്കും. ഈ രോഗത്തിന് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ആ രോഗത്തിന്റെ പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ എന്നു ഇതിന് പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇതാ ലോങ് സൈറ്റഡ്നെസ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഹൈപ്പർ മെട്രോപ്പിയ. അപ്പൊ ഇത് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാർ ഈ പേര് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നോക്കി ഇത് നോക്കിയാട്ടെ, ലോങ് ബെൽത് ഹൈപ്പർ മാർക്കറ്റ്, വലിയ മാർക്കറ്റ്, അതല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഹൈപ്പർ ബെൽത് മാർക്കറ്റ്, അങ്ങനെയല്ലേ നമ്മൾ ഹൈപ്പർ എന്നല്ലേ പറഞ്ഞ ഹൈപ്പ് ഭയങ്കര ബെൽത് എന്നല്ലേ തോന്നല്ലേ? അപ്പൊ ഇത് അങ്ങനെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്ത്? ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ ആണ് ഒരു ബെൽതിനെ സൂചിപ്പിക്കുന്നു. ബെൽതിനെ നമുക്ക് എന്തെങ്ങനെ സൂചിപ്പിക്കാം? ഹൈപ്പർ സൂചിപ്പിക്കാം, വിച്ച് ഈസ് ഹൈപ്പർ മെട്രോപ്പിയ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായി. ലോങ് സൈറ്റഡ്നെസ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. രണ്ടാമത്തെ, ലോങ് സൈറ്റഡ്നെസ് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൂരെയുള്ളത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും, അടുത്തുള്ളത് വൃത്തി കാണാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇതാ ലോങ് സൈറ്റഡ്നെസ്, ഒബ്ജക്ട് അറ്റ് ലോങ് ഡിസ്റ്റൻസ് ക്യാൻ ബി വ്യൂഡ് ക്ലിയർലി, അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നു. രണ്ടാമത്തെ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? ഗൈസ്, എന്താണ് പ്രശ്നം? ഈ അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെ നിയർ പോയിന്റ് മാറിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു നല്ല കണ്ണുള്ള ചങ്ങായിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റ് 25 അല്ലേ? 25 അടുത്ത് വെച്ചാൽ വായിക്കാൻ പറ്റണ്ടേ? എന്നാൽ ഇയാൾക്ക് പറ്റുന്നുണ്ടോ? ഇയാൾക്ക് പറ്റുന്നില്ല. ഇയാൾ 25 ബാക്കിൽ വെച്ചാൽ ഇയാൾക്ക് വായിക്കാൻ വേണ്ടി പറ്റാൻ. 25 വെച്ചാൽ ഇയാൾക്ക് വായിക്കാൻ പറ്റില്ല, അടുത്തുള്ള പോയിന്റിൽ ഇയാൾക്ക് വായിക്കാൻ പറ്റില്ല, ദൂരെ വെച്ചാലാണ് വായിക്കാൻ വേണ്ടി പറ്റാൻ. അപ്പൊ ഇയാൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇയാളെ നിയർ പോയിന്റ് മാറി. ഇയാൾ എന്ത് മാറി? നിയർ പോയിന്റ് മാറിയിട്ടുണ്ട്. അപ്പൊ ലോങ് സൈറ്റഡ്നെസ് എടുത്താൽ നിയർ പോയിന്റ് മാറും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് നോക്കേ, ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കണേ, നിങ്ങൾക്ക് കിട്ടിയ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഇതാ, ദ നിയർ പോയിന്റ് ഓഫ് ദ ഐ ഓഫ് സച്ച് എ പേഴ്സൺ ഈസ് മോർ ദാൻ 25. അടുത്ത് വെച്ചാൽ ഇയാൾക്ക് വായിക്കാൻ കഴിയില്ല. നിയർ പോയിന്റ് എന്താ? 25ന്റെ കട്ടിങ് കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യം ഈ ഒരു തിയറി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വേഗം പറയാം, ലോങ് സൈറ്റഡ്നെസിന്റെ വേറെ പേര് ഹൈപ്പർമെട്രോപ്പിയ. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് വൃത്തി കാണാൻ പറ്റും, അടുത്തുള്ളത് വൃത്തി കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇയാളെ സാധാരണ ഇതാണ് നമ്മുടെ നിയർ പോയിന്റ് അല്ലെ, 25 സെന്റിമീറ്റർ. ഇയാൾക്ക് അടുത്ത് വെച്ചാൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല, ദൂരെ വെക്കണം. അപ്പൊ ഇയാളെ നിയർ പോയിന്റ് എന്താ? മോർ ദാൻ 25. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വെർട്ടെ ഫിഗർ കാണണം നമുക്ക്. അതാ പുലിമുരുകൻ എത്തിയല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ കണ്ണ്. സാധാരണ ഒരു മനുഷ്യന്റെ കണ്ണിതാണ്. സാധാരണ മനുഷ്യന്റെ കണ്ണെന്താ? പുലിമുരുകന്റെ പിക്ചർ ദൂരത്ത് വെച്ചാൽ ചെങ്ങായിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കണ്ടാ, പുലിമുരുകൻ നല്ല വൃത്തിയിൽ വായിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റാണ്? ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇയാള് സാധാരണ കണ്ണുള്ള നല്ല കണ്ണുള്ള ചങ്ങായി.
ചങ്ങായിക്ക് അടുത്ത് വെച്ചാലും എന്ത് വായിക്കാൻ പറ്റും? പുലിമുരുകൻ വായിക്കാൻ പറ്റും. അയാൾ ദൂരെ വെക്കുന്നു വായിക്കുന്നു, അടുത്ത് വെക്കുന്നു വായിക്കുന്നു. കാരണം അയാളെ കണ്ണിന് പ്രശ്നമില്ല. ബിക്കോസ് ഹി ഹാസ് എ ഹെൽത്തി ഐ. അയാൾക്ക് നല്ല കിടിലം കണ്ണാണുള്ളത്. അതുകൊണ്ട് ദൂരെ വെച്ചാലും അടുത്ത് വെച്ചാലും എവിടെ വെച്ചാലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാൻ പറ്റുന്നു. എന്നാൽ നമ്മളെ ഇനി അയാൾ അതേ ഹെൽത്തി ആയി നല്ല കണ്ണുള്ള ചങ്ങായി എന്ത് ചെയ്ത് ഈ പുലിമുരുകന്റെ പോസ്റ്ററിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിന്നാലോ അയാൾക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് നിയർ പോയിന്റിനെ കാട്ടിയും ഒരു ജാതി മറ്റേ അടുത്ത നോട്ടായി പോയി. കുറച്ച് കണ്ണു പോയിട്ട് ഈ സ്റ്റിക്കറിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണൂല? അയാൾക്ക് കാണൂല. അത് അയാളെ കണ്ണിന്റെ പ്രശ്നമല്ല, അയാൾ നോട്ടത്തിന്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ നല്ല കണ്ണുള്ള ആൾക്കാരെ വിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം 25 സെന്റിമീറ്ററിൽ വെച്ചാൽ നിയർ പോയിന്റ് വെച്ചാൽ കാണും, ഫാർ പോയിന്റിൽ വെച്ചാൽ അടിപൊളിയായിട്ട് കാണും. അയാൾക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. കാരണം ഇയാൾക്കെല്ലാം വൃത്തി കാണുന്നുണ്ട്. അതിന്റെ ഇപ്പുറത്ത് വന്നാൽ പിന്നെ ആരും കാണും, അത് പിന്നെ ബേജാറില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ഹൈപ്പർ ബട്ട് ഇൻ കേസ് ഓഫ് എ ഹൈപ്പർ മെട്രോപിക് ഐ, അതായത് നമ്മളെ ലോങ് സൈറ്റഡ്നെസ് ഉള്ള ചങ്ങ ഇത് നോക്കിയാട്ടെ. ലോങ് സൈറ്റഡ്നെസ് ഉള്ള ചങ്ങ ഇത് 40 സെന്റിമീറ്ററാ. 40 സെന്റിമീറ്റർ വെച്ചിട്ട് വരെ എന്ത് ചെയ്യാൻ 40 വരെ വെച്ചിട്ട് ചിങ്ങായിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ സാധനം കാണാൻ പറ്റുന്നില്ല. 25 വെച്ചാൽ കാണേണ്ടതാ, ചങ്ങായിക്ക് 40 വെച്ചിട്ട് പോലും കാണുന്നില്ല. എന്തൊരു കഷ്ടപ്പാടല്ലേ ഇതാണ്. അപ്പൊ ഇയാൾക്ക് അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല. ശരിക്കും നിയർ പോയിന്റ് എത്രയായാലും സാധാരണക്കാരന്റെ നിയർ പോയിന്റ് 25 അല്ലേ? എന്നാൽ ഇയാൾക്ക് 40 വെച്ചിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്? മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്തൊരു കഷ്ടപ്പാടല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രോഗത്തിനെ കുറിച്ച് ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ രോഗം ഒന്ന് വരച്ച് കാണിക്കണം. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളെ പുലിമുരുകൻ വരച്ചു കാണിക്കാൻ പറ്റില്ലല്ലോ എക്സാമിന്. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ കണ്ണിന് സംഭവിച്ചിട്ടുള്ളത്. അതായത് സാധാരണ രീതിയിൽ ഇയാൾക്ക് ഉണ്ടാവേണ്ട സാധാരണ കണ്ണിൽ എങ്ങനെയാ ഉണ്ടാവാൻ പറഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവാൻ ഗൈസ്. ഇങ്ങനെയാണ് ഉണ്ടാവാൻ. നമ്മളൊരു കണ്ണ് വരക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരുന്നത് വിചാരിക്കുക ഗൈസ്. ഇവിടെ അടുത്തൊരു ഒബ്ജക്റ്റ് വെച്ച് വിചാരിക്കുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഈ ഒബ്ജക്റ്റ് നേരെ എവിടെ പോയിട്ട് അടിക്കും? നേരെ ലെൻസിൽ പോയിട്ട് അടിക്കും. ഇവിടെയും ലെൻസിൽ പോയിട്ട് അടിക്കും. എന്നിട്ട് നേരെ പോയിട്ട് കണ്ണിന്റെ റെറ്റിനയിൽ പോയിട്ട് അടിക്കുന്നു. ഇവിടെയും നേരെ പോയിട്ട് റെറ്റിനയിൽ അടിക്കുന്നു. ഇങ്ങനെ റെറ്റിനയിൽ അടിച്ചു കഴിഞ്ഞാൽ റെറ്റിനയിൽ കറക്റ്റ് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണും? നമുക്ക് ഇമേജ് കാണും. അപ്പൊ ഇമേജ് കാണുമ്പോൾ എന്താവും? ഹാപ്പി ആവും. ഹാപ്പി. ഓക്കെ. അപ്പൊ സാധാരണ രീതിയിൽ നോർമൽ ഐ, നല്ല അടിപൊളിയായിട്ട് കണ്ണുള്ള കൈക്ക് എങ്ങനെയാ ഉണ്ടാവാന്? നോർമൽ ഐ. അയാള് അടുത്തുള്ള ഒരു സാധനം നോക്കുമ്പോൾ അതിൽ നിന്ന് നേരെ ലെൻസിലേക്ക്, ലെൻസിൽ നിന്ന് നേരെ റെറ്റിനയിലേക്ക് എന്ത് കാണാൻ പറ്റുന്നു? അയാൾക്ക് മര്യാദയ്ക്ക് ഇമേജ് കാണാൻ പറ്റുന്നു. ഇതാ സാധാരണ രീതിയിലുള്ള ഒരു ചങ്ങായിന്റെ അവസ്ഥ. എന്നാൽ നമ്മുടെ കണ്ണിന് ഇത് ബാധിച്ചേ ഹൈപ്പർ മെട്രോപ്പിയ ബാധിച്ച ചങ്ങായിക്ക് എന്താ അവസ്ഥ മക്കളെ? ഒന്ന് നോക്കിയാട്ടെങ്ങള്. അയാൾ അടുത്തുള്ള സാധനം നോക്കുന്നു, ലെൻസിലേക്ക് പോയി തട്ടുന്നു, വീണ്ടും ലെൻസിലേക്ക് പോയി തട്ടുന്നു. എന്നാ റെറ്റിനയിൽ അത് തട്ടുന്നുണ്ടോ? ഇല്ല, റെറ്റിനയിൽ അത് തട്ടുന്നില്ല. അത് എവിടെ തട്ടുന്നു? റെറ്റിനയുടെ പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടുന്നു. എന്തൊരു ബൊക്ക ഇത്! റെറ്റിനയുടെ പുറത്താ പോയിട്ട് തട്ടിയേ. അപ്പൊ അയാൾക്ക് വൃത്തി കാണാൻ പറ്റും. നിങ്ങളെ അഭിപ്രായം എന്താ? കാണാൻ പറ്റൂല. കാരണം റെറ്റിനയിൽ തട്ടിയാലാ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാള് സാധാരണ രീതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അടുത്ത് നിയർ പോയിന്റിൽ അടുത്തൊരു ഒബ്ജക്റ്റ് വെച്ചാൽ അത് എവിടെ പോയി തട്ടണം? നമ്മളെ റെറ്റിനയിൽ പോയി തട്ടുന്നുണ്ട്. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെ പോയി തട്ടുന്നില്ല? റെറ്റിനയിൽ പോയിട്ട് തട്ടുന്നില്ല. അത് റെറ്റിനന്റെ പുറത്ത് പോയിട്ടാ തട്ടുന്നത്. അപ്പൊ എന്താ പ്രശ്നം? ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ ഇത് നോക്കിയാട്ടെ. സാധാരണ രീതിയിൽ ഇത്ര ഷേപ്പ് ഇത് ഇത്ര വരെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവണേ. ഇത് ഇത്ര വരെ ഉണ്ടെങ്കിൽ നല്ല കറക്റ്റ് തട്ടൂലേ. എന്നാൽ ഇയാളെ കണ്ണെന്താ? ഇയാളെ കണ്ണ് ചെറുതാണോ വലുതാണോ? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. സാധാരണ രീതിയിൽ കണ്ണ് ഇത്രയാണെങ്കിൽ ഇത് കാണൂലേ? ഇയാളെ കണ്ണ് എന്തായി പോയി ഗൈസ്? അതെ, ഇയാളെ കണ്ണ് ഇത്രയാണ് വേണ്ടത്. പക്ഷെ ഇയാളെ കണ്ണ് എന്തായി പോയി? ചെറുതായി പോയി. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈപ്പർ മെട്രോപ്പിയ വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കണ്ണ് ചെറുതായി പോയി. ഈ പിക്ചർ മനസ്സിൽ വരണം. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ തന്നെ ഈ പിക്ചർ അങ്ങ് മനസ്സിൽ വരണം. ഹൈപ്പർ മെട്രോപ്പിയ, കണ്ണ് ചെറുതായി പോയി. അപ്പൊ ഇയാളെ പ്രശ്നം എന്താ ഗൈസ് പറ്റിയിട്ടുള്ളത്? ഇയാളെ പ്രശ്നം എന്താ? നമുക്ക് ഗുരുജിനോട് ചോദിച്ചു നോക്കാം. അതെ, ഇയാളെ പ്രശ്നം സൈസ് ഓഫ് ദ ഐബോൾ ഈസ് സ്മോൾ. ഇയാളെ കണ്ണ് ചെറുതായി പോയി. അപ്പൊ ഹൈപ്പർ മെട്രോപ്പിയ, കണ്ണ് ചെറുതായി. ഹൈപ്പർ മെട്രോപ്പിയ സ്മോൾ. കണ്ണ് ചെറുതായി. അങ്ങനെ കണ്ണ് ചെറുതായാൽ നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണ് ചെറുതായ ഫോക്കസ് ബിൽഡ് ആവും. ഇതെങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ തോന്നല്ലേ? ഓക്കെ, അപ്പൊ ഐ ചെറുതായാൽ ഫോക്കസ് ബിൽഡ് ആവും. ഇതേപോലെ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, EFP എന്ന കോളത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി. EFP അതായത് യൂറോപ്യൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ടി വരും. വേറെ നിവൃത്തിയില്ല. ഓക്കെ, അപ്പൊ എക്സാമിന്റെ സമയത്ത് ഇങ്ങനെയുള്ള തൽക്കാലം ഓർത്ത് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ EFPയിൽ എങ്ങനെയാ? നമ്മുടെ ഹൈപ്പർ മെട്രോപ്പിയ വന്നപ്പോ എന്ത് കുറഞ്ഞു പോയി? കുറഞ്ഞു പോയി. അഥവാ ഈന്റെ സൈസ് എന്തായി പോയി? കുറഞ്ഞു പോയി. അങ്ങനെ ഈന്റെ സൈസ് കുറഞ്ഞാൽ എന്ത് കൂടും? തൊട്ടടുത്തുള്ള ആൾ കൂടും. ഓക്കെ, അങ്ങനെ തൊട്ടടുത്തുള്ള ആൾ കൂടി അതിന്റെ അപ്പുറത്തെ ആൾ എന്ത് ചെയ്യും? കുറയും.
അപ്പൊ പവർ എന്ത് ചെയ്യും? പവർ ഈസ് ലോ. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ പറ്റും. അപ്പൊ വേഗം ഒന്ന് നോക്കണേ മക്കളെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമേ. അപ്പൊ നോക്കിക്കോ, നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയാണ് പറയുന്നത്. ഹൈപ്പർ മെട്രോപ്പിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കണ്ണെന്താ? കണ്ണ് ചെറുതാ, കാരണം ദൂരെ കണ്ണിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് കൂട്ടിമുട്ടുന്നത്. അപ്പൊ തന്നെ ഓർത്തിരിക്കുക, ഹൈപ്പർ മെട്രോപ്പിയ ദൂരെ വെച്ചിട്ടാണ് കൂട്ടിമുട്ടാൻ. കാരണം ഹൈപ്പർ വിളിക്കുന്ന പേര് ലോങ് സൈറ്റഡ്നെസ്, ലോങ്ങിൽ കൂട്ടിമുട്ടും. അപ്പൊ ലോങ്ങിൽ കൂട്ടിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെന്തായിരിക്കും? ചെറുതായിരിക്കും. ലോങ്ങിൽ കൂട്ടിമുട്ടും കണ്ണ് ചെറുതായിരിക്കുമല്ലേ, പുറത്തല്ലേ കൂട്ടിമുട്ടുന്നത്. അപ്പൊ കണ്ണെന്താ? ചെറുതാ. അപ്പൊ കണ്ണ് ചെറുതായാൽ EFP, കണ്ണ് ചെറുതായാൽ ഫോക്കസ് വലുതായാൽ പവർ ചെറുതാ. യെസ്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇനി ഈ പ്രശ്നം വന്നപ്പോ എന്ത് ചെയ്യാൻ മക്കളെ? ഈ പ്രശ്നം വന്നാൽ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? കോൺവെക്സ് ലെൻസ്. ഇതാ ഈ ഒരു രോഗം വന്നാൽ നമ്മൾ കോൺവെക്സ് ലെൻസ്. കാരണം ഈ കോൺവെക്സ് ലെൻസ് വെച്ചാൽ എന്ത് സംഭവിക്കും? കോൺവെക്സ് ലെൻസ് വെച്ചാൽ നേരെ തട്ടിയിട്ട് ഏടെ തന്നെ പോയിട്ട് തട്ടാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് നമ്മളെ റെറ്റിനയിൽ. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് കാണാൻ പറ്റും. ഇയാൾക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒപ്പം കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അയാൾ എന്താ സാഡായി. എന്നാൽ അയാൾ കോൺവെക്സ് ലെൻസ് വെക്കുന്നു. കോൺവെക്സ് ലെൻസ് വെക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കാണാൻ പറ്റുന്നു. അപ്പൊ അയാൾ ഹാപ്പിയായി. ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ആദ്യത്തെ രോഗം. ഞാൻ ആദ്യമേ പറഞ്ഞു ബൈ 1 get 1 ഫ്രീ ആണ്. അപ്പൊ ഏത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ലോങ് സൈറ്റഡ്നെസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എല്ലാവർക്കും പറയാൻ പറ്റും, അഥവാ നിയർ സൈറ്റഡ്നെസ് എല്ലാവർക്കും പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതാ എന്താണ് ഇതിന് രോഗം? എന്താണ് ഇത്? ശരിയാക്കാൻ എന്ത് ചെയ്താൽ മതി? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും അറിയാലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഏതാണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഞാൻ നോക്കട്ടെ. അപ്പൊ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് പറഞ്ഞ മക്കളെ. ലോങ് സൈറ്റിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ ഷോർട്ട് സൈറ്റ്. അപ്പൊ വേഗം പറഞ്ഞോ, ആദ്യം ഷോർട്ട് സൈറ്റ് അല്ലേ? ഷോർട്ട് സൈറ്റ് പറഞ്ഞാല് ലോങ് സൈറ്റ് പറഞ്ഞാൽ ദൂരമുള്ളത് വൃത്തി കാണാൻ പറ്റും, അടുത്തുള്ളത് വൃത്തി കാണാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ട് സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളത് വൃത്തി കാണാൻ പറ്റും, ദൂരമുള്ളത് വൃത്തി കാണാൻ പറ്റില്ല. ശരിയാണല്ലോ? അതിന്റെ ഓപ്പോസിറ്റ്. ഇനി രണ്ടാമത്തത് ലോങ് സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നിയർ പോയിന്റ് എന്താ? 25 സെന്റിമീറ്റർ കാട്ടി കൂടുതലാണ്. നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ കാട്ടി കൂടുതലാണ്. അപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അയാളെ ഫാർ പോയിന്റ്, നിയറിന്റെ ഓപ്പോസിറ്റ് ഫാർ അല്ലല്ലേ? അപ്പോൾ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണോ? ഇത് നിയർ പോയിന്റ് കൂടുതലാണ്. അപ്പോൾ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി കാട്ടി കുറവാണ്. അങ്ങനെയല്ല ഓപ്പോസിറ്റ് പറയാനല്ലേ? നിയർ പോയിന്റ് ലോങ് സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ കാട്ടി കൂടുതലാണ്. അപ്പോൾ അത് നേരെ ഷോർട്ടിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റാണ്. നിയറിന് പകരം ഫാർ, കൂടുതലാക്കി വരും കുറവ്. അപ്പോൾ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിനെ കാട്ടി കുറവാണ്. കറക്റ്റ്. അപ്പൊ അങ്ങനെ പഠിക്കാലോ. നോക്കട്ടെ, ശരിയാണോ ഞാൻ നോക്കട്ടെ. ഓക്കെ. അപ്പൊ ഇത് ഫസ്റ്റ് ഇതിന് വിളിക്കുന്ന മറ്റൊരു പേര്, ഇനി മറ്റൊരു പേര് നിങ്ങൾ മറക്കരുത്. ഷോർട്ട് സൈറ്റഡ്നെസ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മയോപ്പിയ. എന്താ പറയാന്? മയോപ്പിയ. അപ്പൊ അതടക്കട്ടെ. ഇതിലെന്താ? ഒബ്ജക്റ്റ് അറ്റ് നിയർ ഡിസ്റ്റൻസ് ക്യാൻ ബി വ്യൂഡ് ക്ലിയർലി, ബട്ട് ഒബ്ജക്റ്റ് അറ്റ് ലോങ് ഡിസ്റ്റൻസ് കനോട്ട് ബി വ്യൂഡ് ക്ലിയർലി. ശരിയാണല്ലോ? ഇത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ ഈ പോയിന്റ് നമ്മൾ പറഞ്ഞ ശരി, നമ്മൾ എല്ലാവരും പറഞ്ഞ ശരി. അടിപൊളി. ഇനി അടുത്ത എന്താ? ഫാർ പോയിന്റ്. ദ ഫാർ പോയിന്റ് ഓഫ് സച്ച് പേഴ്സൺ ഈസ് നോട്ട് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി അല്ല, ഇൻഫിനിറ്റി ആയിട്ട് കാട്ടി കുറവാ. അതും ശരിയാ. സീനാണല്ലോ മക്കളെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോയാലോ? അടുത്ത നമ്മൾ നോക്കുന്നതിന് മുന്നേ, ഈ ഒരു പിക്ചർ നോക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് പറയാൻ പറ്റും നോക്കിയാലോ? ഈ കേസിൽ നേരത്തെ എന്തേനു? ലോങ്ങിൽ പോയി കൂട്ടിമുട്ടി. ലോങ് സൈറ്റഡ്നെസ് ലോങ്ങിൽ പോയി കൂട്ടിമുട്ടി. അപ്പോൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലായിരിക്കും അല്ലേ കൂട്ടിമുട്ടാൻ? കണ്ണിൻ്റെ ഉള്ളിലായിരിക്കും കൂട്ടിമുട്ടാൻ. നോക്കിയാലോ? കണ്ണിൻ്റെ ഉള്ളിൽ തന്നെയാണോ കൂട്ടിമുട്ടുന്നത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഗൈസ്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലാണോ കൂട്ടിമുട്ടാൻ? നമ്മളെ പുലിമുരുകൻ ഓടിക്കളിക്കുന്നത്. മുരുക ആടെ നിൽക്കുമ്പോണേ എവിടെ പോയി? അതെ, കണ്ണിന്റെ ഉള്ളിലാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ അതേ സാധനം ഇവിടെ കണ്ണിന്റെ ഉള്ളിലാണ് കൂട്ടിമുട്ടിയത്. അപ്പൊ എന്തുകൊണ്ടാണ് കണ്ണിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടിയത്? കണ്ണിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടിയത് നേരത്തെ എന്തേലും? നേരത്തെ നമ്മൾ ഐബോൾ ചെറുതേനും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഐബോൾ വലുതാണ്. കറക്റ്റ്. അപ്പൊ നമ്മൾ EFP വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാലോ നമുക്ക്. EFP. അപ്പൊ എന്താ? ഐബോൾ നേരത്തെ ചെറുതേനും, ഇപ്പൊ വലുതായി. അപ്പൊ നമ്മുടെ ഐബോൾ എന്താണ്? വലുതാണ്. അപ്പൊ ഐബോൾ വലുതായാലും എന്ത് കുറയും? ഫോക്കസ് കുറവാണ്. അങ്ങനെ ഫോക്കസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? പവർ കൂടുതലാണ്. കറക്റ്റ്. ഈ 3 പോയിന്റ് ശരിയാണോ നോക്കിയാലോ ഗൈസ്? അതാ ഇവിടെ സൈസ് ഓഫ് ദ ഐബോൾ ഈസ് ലാർജർ. ശരി. ദ ഫോക്കസ് ഓഫ് ദ ലെൻസ് ഡിക്രീസസ്. ശരി. പിന്നെന്താ? ദ പവർ ഓഫ് ദ ലെൻസ് ഈസ് ഹൈ. അതെ, എല്ലാം ശരി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പഠിച്ചപ്പോ ഒന്ന് കിട്ടിയ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇനി എന്ത് ചെയ്യണം? ഇനി നേരെ അടുത്തൊരു സാധനം കൂടി പഠിച്ചാൽ മതി അല്ലേ? ഇനി അപ്പൊ നമ്മളെ കണ്ണിതാ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാട്ടെ, ദൂരെയുള്ള സാധനം ഇയാൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഈ ലൈൻ എവിടെ വന്ന് തട്ടിയാലാ കാണാൻ പറ്റാൻ? ഇവിടെ വന്ന് തട്ടിയാലാണ് കാണാൻ പറ്റാൻ. എന്നാൽ ഇവിടെ വന്ന് തട്ടുന്നുണ്ടോ? ഇല്ല, ഇവിടെ വെച്ചിട്ടാണ് തട്ടുന്നത്. അപ്പൊ ഇയാൾക്ക് ദൂരെയുള്ളത് വരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അടുത്തുള്ളത് വൃത്തി കാണാൻ പറ്റുന്നുണ്ട്. അടുത്തുള്ളത് സീനില്ല, ദൂരെയുള്ളതാണ് സീൻ. ഇയാൾക്ക് ദൂരെയുള്ളതാണ് സീന്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ എന്ത് ലെൻസാ വെച്ചേ? കോൺവെക്സ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? കോൺകേവ്. കറക്റ്റ്.
അപ്പൊ എന്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം പഠിച്ചാൽ മറ്റൊന്ന് കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവർക്കും ലോങ് സൈറ്റഡ്നെസ് അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഷോർട്ട് സൈറ്റഡ്നെസ് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലോങ് സൈറ്റഡ്നെസ്സിന് മറ്റൊരു പേര് ഹൈപ്പർമെട്രോപ്പിയ, ഷോർട്ട് സൈറ്റിന് മറ്റൊരു പേര് മയോപ്പിയ. ഇതേപോലെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കി ഒന്ന് പഠിച്ച് നേരെ അപ്പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ അനക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ മറക്കരുത്, എല്ലാ കാര്യങ്ങളും മറക്കരുത്, ഒന്നും മറക്കരുത്. മക്കളെല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യം സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ലോങ് സൈറ്റഡ്നെസ് പഠിച്ച് അതിന് മറ്റൊരു പേര് പഠിച്ച് അതിന്റെ രോഗം എന്താ EFP വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താ സംഭവിച്ചിട്ടുള്ളത്. കണ്ണ് ചെറുതായി പോയതാ, അപ്പോൾ ഫോക്കസ് എന്തായി കൂടി, അപ്പോൾ പവർ എന്തായി കുറഞ്ഞ്. പിന്നെ ഏത് ലെൻസ് ആയിരുന്നു ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന? കോൺവെക്സ് ലെൻസ് ആയിരുന്നു നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് കോൺവെക്സ് ലെൻസ് ആണെന്ന് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണം ലിവ് എന്ന് പറഞ്ഞൊരു കോഡ് കൊടുത്തു വെച്ചോട്ടാ. ലിവ് LV. അതായത് ലോങ് സൈറ്റഡ്നെസ്സിന് കോൺവെക്സ്, വെക്സിന്റെ വെക്സ് V. അപ്പോൾ ലോങ് സൈറ്റഡ്നെസ്സിന് ഏത് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കാൻ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മക്കളെ എവിടെ വരുന്നത്? നമ്മളെ മയോപ്പിയയിൽ വരുന്നത്. ഇനി എന്താ? പ്രസ് ബയോപ്പിയ. കേൾക്കുമ്പോൾ തന്നെ ഒരു വേറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? പ്രസ്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രസ് ബയോപ്പിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ രോഗം മെയിൻ ആയിട്ട് കാണുന്ന എൽഡർലി പീപ്പിളിലാണ്, നല്ല പ്രായമുള്ള ആൾക്കാരിലാണ് ഈ ഒരു രോഗം നമ്മൾ മെയിൻ ആയിട്ട് കാണാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് നല്ല രോഗമുള്ള ആൾക്കാരിലാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. ദ ഡിസ്റ്റൻസ് ഓഫ് ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന ഈ രോഗത്തിന് എന്താ പ്രശ്നം വരുന്നത്? അപ്പൊ ഇതാ, നല്ല പ്രായമുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നല്ല പ്രായമുള്ള ആൾക്കാർക്ക് അടുത്ത് വെച്ചത് എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് മര്യാദയ്ക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എല്ലാവരും ഉമ്മയും എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അവർക്ക് വായിക്കാൻ പറ്റില്ല. അവർ റീഡിംഗ് ക്ലാസ് പറഞ്ഞിട്ട് ക്ലാസ് വെക്കും. നല്ല പ്രായമുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു രോഗമാണ്. അപ്പോൾ എന്താ, അയാൾക്ക് അടുത്തുള്ളത് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഇത് ഏത് രോഗം പോലെ? ഇത് ഏകദേശം ഏത് രോഗം? ദൂരമുള്ളത് കാണാൻ പറ്റുന്നുണ്ട്, അടുത്തുള്ളത് കാണാൻ പറ്റുന്നത് അല്ല. ഇത് ലോങ് സൈറ്റഡ്നെസ് അല്ലേ? അതെ, ഇത് എന്ത് പോലത്തെ രോഗമാണ്? സിമിലർ ടു ലോങ് സൈറ്റഡ്നെസ് അഥവാ സിമിലർ ടു ഹൈപ്പർമെട്രോപ്പിയ പോലെ തന്നെ ഉള്ള ഒരു രോഗമാണ് നമ്മുടെ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്താ പ്രശ്നം? ഇവരെ പ്രശ്നമെല്ലാം മറ്റേ ഹൈപ്പർമെട്രോപ്പിയ തന്നെ, അത് മാത്രം ഓർത്ത് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഓർക്കണ്ടേ. പ്രസ് ബയോപ്പിയ നല്ല പ്രായമുള്ള ആൾക്കാരല്ല കാണുന്നത്. നല്ല പ്രായമുള്ള ആൾക്കാർ ബുക്ക് വായിക്കണമെങ്കിൽ കണ്ണാടി ഉപയോഗിക്കും അല്ലെ? കണ്ണാട ഉപയോഗിക്കും. അപ്പൊ കണ്ണാട ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് അടുത്തുള്ളത് മര്യാദയ്ക്ക് കാണുന്നില്ല, പക്ഷെ ദൂരെയുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതേതുപോലെയാ? ഹൈപ്പർമെട്രോപ്പിയ പോലെ. അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് എളുപ്പമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് ഹൈപ്പർമെട്രോപ്പിയ ആണെങ്കിൽ ഏത് ലെൻസിന് ഉപയോഗിച്ചാൽ മതി? അതെ, ലിവ്. ഹൈപ്പർമെട്രോ ലോങ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. കറക്റ്റ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാർ എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിന്റെ പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിക്ചർ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വരാൻ ചാൻസ്? അല്ലെ എന്താണ് അതിന് കാരണം? വേണമെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം, എന്താണ് അതിന് കാരണം? അപ്പൊ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, നല്ല പ്രായമാകുമ്പോൾ ഇല്ലേ മക്കളെ, നമ്മുടെ സിലിയറി മസിൽ, നമ്മുടെ മസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ മസിലെല്ലാം ഇപ്പോൾ ഈ പ്രായത്തിൽ നല്ല ഷാർട്ടായിട്ട് മസിലെല്ലാം ഉള്ള ആൾക്കാർക്ക് കുറച്ച് പ്രായം കഴിഞ്ഞാൽ മസിൽസ് എല്ലാം എന്താണ് വീക്കാകാൻ തുടങ്ങും, ശക്തിയെല്ലാം കുറയാൻ തുടങ്ങും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡ്യൂ ടു ദ ഡിമിനിഷിംഗ് എബിലിറ്റി ഓഫ് ദ സിലിയറി മസിൽ, അയാളെ മസിൽ വീക്ക് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ എന്താ? അപ്പൊ മനസ്സിൽ ഓർത്തു വെക്കാം, പ്രായമാകുമ്പോൾ മസിൽ വീക്ക് ആവും. കണ്ണിലുള്ള മസിൽ ഏതാ? സിലിയറി മസിൽ. അപ്പൊ സിലിയറി മസിൽ വീക്ക് ആകുന്നത് കൊണ്ടാണ്, അതിന്റെ എബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു കാരണം വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അങ്ങനത്തെ ആൾക്കാരിൽ എന്ത് കുറയും? പവർ ഓഫ് അക്കോമഡേഷൻ ലെസ് ആയിരിക്കും, പവർ ഓഫ് അക്കോമഡേഷൻ കുറവായിരിക്കും. ഏത്? നമുക്ക് ഒരേ സമയം തന്നെ ദൂരമുള്ളത് അടുത്തുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ സമയത്ത് കാണാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ റെക്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഇത് ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മള് ലോങ് സൈറ്റഡ്നെസ് പോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി കണ്ണിന്റെ ഡൊണേഷൻ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഐ ഡൊണേഷൻ നല്ലൊരു കാര്യമാണ്. കണ്ണ് ഡൊണേറ്റ് ചെയ്യുക. നിങ്ങളെ മരണത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്ന പേപ്പറിലുണ്ട്, ഇങ്ങനെ സൈൻ ചെയ്തെല്ലാം കൊടുക്കണം. അപ്പൊ ഐ ഡൊണേഷൻ ഈസ് വൺ ഓഫ് ദ നോബ്ലെസ്റ്റ് ഡൊണേഷൻ. ഏറ്റവും നല്ല ഡൊണേഷനിൽ പെട്ട ഒരു കാര്യമാണ് ഐ ഡൊണേഷൻ. നിങ്ങൾ കാരണം മറ്റൊരാൾ കാണുകയാണ്, ഇതുവരെ കാണാത്ത ദുനിയാവ് അഥവാ ഈ വേൾഡ് കാണാൻ നമ്മുടെ കണ്ണിലൂടെ ഒരാൾക്ക് ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഹോളിയസ്റ്റ് അല്ലെങ്കിൽ നോബ്ലെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്? കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോർണിയ, നമ്മുടെ കണ്ണിന്റെ ഒരു പാർട്ടാണ്, നിങ്ങൾക്കറിയാം. ആ കോർണിയ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇനി കണ്ണ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ, മരണത്തിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ ഡൊണേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂർ. ഒരാൾ മരിച്ച് 6 മണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട് കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കണ്ണിന്റെ കാര്യങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ ടൈം. യെസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ടൈം. ഇത്രയും തിയറി പഠിച്ച സ്ഥിതിക്ക് നേരെ തന്നെ നോക്കാം. ഇവിടെ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദൂരെയുള്ള സാധനമാണ് അല്ലെ. ദൂരെയുള്ള സാധനം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല.
ദൂരെയുള്ള സാധനം മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാകട്ടെ ഈ ലൈന് ദൂരത്തൊന്നല്ലേ വരുന്നത്, ഇയാൾക്ക് മര്യാദ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒന്ന് കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ ഇയാൾക്ക് ദൂരെയുള്ള സാധനം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ദൂരെയുള്ള സാധനം കാണാൻ പറ്റുന്നില്ല എന്നാൽ അർത്ഥം അടുത്തുള്ള സാധനം കാണാൻ പറ്റും. അപ്പൊ അടുത്തുള്ള സാധനം കാണാൻ പറ്റും ഏതേനും ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് അല്ലെ. അപ്പൊ ഈ രോഗത്തിന്റെ പേര് നിയർ സൈറ്റഡ്നെസ്. അപ്പൊ ഇങ്ങനെ വേണം, ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചെയ്ത പോലെയാണ് മക്കൾ നോക്കാന്. ദൂരെയുള്ള സാധനം കൂട്ടിമുട്ടുന്നില്ല, അപ്പൊ ദൂരെയുള്ള സാധനം കാണുന്നില്ല. ദൂരെയുള്ള സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സാധനം കാണും. അപ്പൊ അടുത്തുള്ള സാധനം കാണും പറഞ്ഞാൽ എന്താ, നിയർ സൈറ്റഡ്നെസ്. ഇനി ഇവിടെ എന്താ, വേർ ഈസ് ദ ഇമേജ് ഫോംഡ് ഇൻ ദ ഫിഗർ. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? ഇമേജ് എവിടെയാ ഫോം ചെയ്തിട്ടുള്ളത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. കാരണം റെറ്റിനന്റെ മുന്നിൽ, ഇവിടെ അല്ലേ, ഇതിന്റെ മുന്നിലല്ലേ ഇമേജ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇമേജ് ഉണ്ടായിട്ടുള്ളത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന, റെറ്റിനന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന, റെറ്റിനന്റെ മുന്നിലാണ് കണ്ടിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ. Big question. Can people with such visual defect see an object at infinity? ദൂരെയുള്ള കാര്യം ഇച്ചങ്ങായിക്ക് കാണാൻ പറ്റുമോ? ദൂരെയുള്ള സാധനം എന്താ ഇപ്പൊ തന്നെ പറഞ്ഞ് കാണാൻ പറ്റുന്നില്ല. നോ, കാണാൻ പറ്റൂല. ഇയാൾക്ക് ദൂരെയുള്ള സാധനം കാണാൻ പറ്റൂല. റൈറ്റ് ദ കോസ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ദ ഐ ഡിഫക്ട്. ഇയാളെ കണ്ണിന്റെ പ്രശ്നവും അതിന്റെ സൊല്യൂഷനും. ഇയാളെ കണ്ണിന്റെ പ്രശ്നം നോക്കിയാൽ തിരിയുന്നേ ഉള്ളൂ. ഇതേതാ, ഇത് ഷോർട്ട്സ് നിയർ സൈറ്റഡ്നെസ് അല്ലേ. നിയർ സൈറ്റഡ്നെസ് പറഞ്ഞാൽ ഇയാളെ കണ്ണെന്താ, കണ്ണ് ഉള്ളിൽ വെച്ചിട്ടല്ലേ കൂട്ടിമുട്ടിയെ. ഉള്ളിൽ വെച്ച് കൂട്ടിമുട്ടി പറഞ്ഞാൽ ഇയാളെ കണ്ണ് വലുതാണല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ്. നമുക്ക് എല്ലാം അറിയാം, EFP വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യം അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, EFP എഴുതി കൊടുത്ത പരിപാടിയാണ് EFP. ഇവിടെ എന്താ, ഇത് നിയർ സൈറ്റഡ്നെസ് അല്ലേ. നിയർ സൈറ്റഡ്നെസ്സിന് നമ്മൾ നേരത്തെ ലോങ് സൈറ്റഡ് ഓപ്പോസിറ്റ് അല്ലേ പഠിച്ചേ. അപ്പൊ എന്തേനും ഇവിടെ എന്താ, കണ്ണ് വലുതാണ് അല്ലേ. ആദ്യം ചെറുതല്ലേ പറഞ്ഞു. അപ്പൊ കണ്ണ് വലുതാണ്. അപ്പൊ കണ്ണ് വലുതായാല് ഫോക്കസ് എന്ത് ചെയ്യും, ഫോക്കസ് കുറയും. ഫോക്കസ് കുറഞ്ഞാൽ എന്ത് കൂടും, പവർ കൂടും. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റത്തെ ആൻസർ ചെയ്യുന്നു. ഫസ്റ്റത്തെ ഈ പോയിന്റ് ആൻസർ ചെയ്തു. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താണ് വെക്കേണ്ടത്? ലിവ് എന്നായിരുന്നു കോഡ് അല്ലെ. അപ്പൊ ലോങ് സൈറ്റഡ്നെസ്സിന് കോൺവെക്സ്. അപ്പൊ ഷോർട്ട് സൈറ്റഡ്നെസ് ഏതാ, ഷോർട്ട് സൈറ്റഡ്നെസ്സിന് നമ്മൾ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ കോൺകേവ് ലെൻസ് ആണ് ഇയാൾ ഉപയോഗിക്കേണ്ടത്. കോൺകേവ് ലെൻസ് ആണ് സൂറത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതേപോലെ ഈ ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ തിയറി നല്ല അടിപൊളിയായിട്ട് മനസ്സിലായ കുട്ടിക്ക് കിടിലം പോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. എക്സാമിന് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാ നോക്കാം നമുക്ക്. ഇതാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് കുറിച്ച് പിന്നീട് പോയി കിട്ടി. ഇവിടെ പറയുന്നത് ഇത്രയാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന് നിർത്തിയത്. പിന്നെ എടുക്കട്ടെ ഗൈസ്, റെഡ് കളർ. ഓക്കെ. അപ്പൊ ഇതാ ക്വസ്റ്റ്യൻ ഇതാ വന്നിട്ടുള്ളത്. ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റഡ്നെസ് ക്യാൻ ബി കറക്റ്റഡ് ബൈ കോൺകേവ് ലെൻസ്. മക്കളെ ശരിയാണോ? കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കാൻ. LV അല്ലല്ലേ. LV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 തെറ്റാണ്. ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ കോൺകേവ് ലെൻസ് ഡൈവേർജ് ലൈറ്റ് റേസ്. നമുക്കറിയാം നമ്മൾ ലെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. ശരിയാണ്, ആ ഒരു കാര്യം ശരിയാണ്. ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റീസൺ എന്താണ്, ശരിയാണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അതായത് രണ്ടാമത്തെ പോയിന്റ് ശരിയാണ്. അതായത് കോൺകേവ് എന്താണ്, കോൺകേവ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. അത് ഫോക്കസ് ഓൺ റെറ്റിനയാണ്. പക്ഷെ ഇവിടെ ഏത് മെട്രോപ്പിയ അല്ല, ഹൈപ്പർ മെട്രോപ്പിയ അല്ല വേണ്ടത്, മയോപ്പിയ ആയിരുന്നു വേണ്ടത്. അപ്പൊ ഈ ഏത് ഓപ്ഷനാ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റീസൺ ശരിയാണ്. അപ്പൊ നോക്കിയാലോ, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് കറക്റ്റ്. അതായത് 4ാമത്തെ ഓപ്ഷൻ ആണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പക്ഷെ റീസൺ എന്താണ്, കറക്റ്റ് ആണ്. റീസൺ ഒരു സ്റ്റേറ്റ്മെന്റ് റീസൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളെ ഡിഫക്ട്സ് ഓഫ് ഐ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫക്ട്സ് ഓഫ് ഐയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ എന്ത് ചെയ്തുതരാം, ഈ PPT ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കണ്ടാൽ എന്തായാലും തീർച്ചയായും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. എന്നാൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇതിൽ കളേഴ്സിന്റെ ടോപ്പിക് നിങ്ങൾ മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മളെ പലമാതിരി കളേഴ്സ് അല്ലെ, പ്രൈമറി കളറും സെക്കൻഡറി കളറും ക്ലാസ്സിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കാണ്. അപ്പൊ പ്രൈമറി കളറും സെക്കൻഡറി കളറും മറന്നിട്ട് ഒരു കുട്ടിയും പോവല്ലേ. ഫിൽറ്ററിന്റെ കാര്യം ആരും മറക്കല്ലേ, എന്തായാലും ചെയ്ത് നോക്കണേ മക്കളെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ ഒന്ന് പിൻ ചെയ്യണം, സാറിന് മെസ്സേജ് അയക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കളേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ.